വാർത്തകളിലേക്ക് തിരികെ വരാം. നിയമസഭാ സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. അന്തരിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് സഭാ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഏവരും ഉറ്റുനോക്കിയ ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയുടെ ഭാഗമാകുമോ, സഭയിലേക്ക് എത്തുമോ എന്നതായിരുന്നു. പ്രതീക്ഷകൾ അല്ലെങ്കിൽ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയ കാഴ്ച നമ്മൾ കണ്ടു. വിശദവിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. അവിടെ നിന്നും പ്രശാന്ത്, ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവം ഇപ്പോഴും അതിൻ്റെ നിർണായക ഘട്ടത്തിലൂടെ കേസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം, ഇതിനിടയിൽ സ്വയം വിശദീകരിക്കാനുള്ള ഒരു അവസരം ലഭ്യമാകുമെന്നൊരു വിശ്വാസത്തോടെ ആയിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സജീവമായി ഇതിലേക്കൊക്കെ രാഷ്ട്രീയത്തിലേക്കൊക്കെ തിരികെ വരാനുള്ളൊരു പ്രതീക്ഷയാണോ? സഭയിൽ അങ്ങനൊരു അവസരം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷ നേതൃനിര അല്ലെങ്കിൽ പ്രതിപക്ഷ നിര രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നില്ല, അവരുടെ കൂട്ടത്തിലില്ല എന്നാണ് സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത്, ഭരണപക്ഷത്തെ അറിയിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കാനാണ് ഭരണപക്ഷം തുനിഞ്ഞിറങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ. പക്ഷെ അത് കോൺഗ്രസ് പാർട്ടിക്ക് നേരെ, UDF നേരെ ഉണ്ടായാൽ UDF കോൺഗ്രസും അതിനെ പ്രതിരോധിക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അവരൊപ്പം നിർത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നിയമസഭ കാണാനിരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ചരമോപചാരമാണ്, കക്ഷി നേതാക്കൾ സംസാരിക്കും, അതിനപ്പുറത്തേക്ക് നിയമസഭയുടെ നടപടിക്രമങ്ങളില്ല. പക്ഷേ നാളെ നിയമസഭയിൽ ചോദ്യോത്തരവേളയും ശൂന്യവേളയും പിന്നെ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളും എല്ലാം നടക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ബില്ല് അവതരണം എല്ലാം ഉണ്ട്, ചർച്ചകളുണ്ട്. ആ അവസരത്തിൽ നാളെ സഭ സാധാരണ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിൽ വന്നിരിക്കെ ഭരണപക്ഷത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധമുണ്ടാകും. അപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടം തന്നെ ചെറുക്കേണ്ടി വരും. കാരണം രാഹുലിന് ഇപ്പോൾ UDF പിന്തുണയില്ല, UDF ബ്ലോക്കിലല്ല. ഇന്നിപ്പോൾ 9:20 നിയമസഭയ്ക്കുള്ളിലെത്തി, എല്ലാ സഭാ സമ്മേളനം തുടങ്ങിയതിനു ശേഷം നിയമസഭയിലെത്തി, ലിഫ്റ്റ് വഴി അകത്തെത്തി. രാഹുൽ ഇപ്പോൾ ഇരിക്കുന്നത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും അവസാനത്തെ സീറ്റ്, അതായത് പ്രത്യേക ബ്ലോക്കായാണ്. ഏറ്റവും ഒടുവിൽ ലീഗ് അംഗങ്ങളുടെയും സീറ്റ് കഴിഞ്ഞു. അമൽ തേനമ്പറമ്പിൽ കൂടി തുടരുന്നുണ്ട് നമുക്കൊപ്പം. അമൽ, പറയൂ ഏറ്റവും പുതിയ വിവരങ്ങൾ. മോദി, ഇപ്പോൾ അനുശോചന പ്രസംഗങ്ങൾ നടക്കുകയാണ്. ഈ അനുശോചന പ്രസംഗത്തിൽ രാഹുലിന് സംസാരിക്കാൻ സമയമുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ. പ്രശാന്തിന് കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. കാരണം രാഹുൽ പ്രത്യേക ബ്ലോക്കായാണ് ഇരിക്കുന്നത്, KK രമയും അങ്ങനെ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന കക്ഷി നേതാക്കൾക്കെല്ലാം സംസാരിക്കാൻ സാധാരണ നിലയിൽ സമയം കിട്ടാറുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രാഹുലിന് ഈ അനുശോചന പ്രമേയത്തിൽ സംസാരിക്കാൻ, അല്ല അനുശോചന പ്രസംഗത്തിൽ സംസാരിക്കാൻ ഒരു സമയം കിട്ടുമോ, 1 മിനിറ്റെങ്കിലും കിട്ടുമോ എന്നൊരു ഒരു ചർച്ച ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നു. ആ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത ഇതുവരെയും പൂർണ്ണമായൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ സാധാരണ നിലയിൽ അങ്ങനെയാണ്. കാരണം പ്രത്യേക ബ്ലോക്കായിരിക്കുന്നവർക്ക് സമയം ലഭിക്കാറുണ്ട്, UDF ഭാഗമല്ല. അതിനാൽ തന്നെ UDF പട്ടികയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കക്ഷി നേതാക്കൾക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നത് പോലെ തന്നെ കിട്ടേണ്ടതാണ്. ആ കാര്യത്തിൽ പ്രശാന്തിന് എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭ്യമാണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് തിരക്കാവുന്നതാണ്. പ്രശാന്തിനോട് തന്നെ ചോദിക്കാം. അമൽ, പ്രശാന്ത് കൃഷ്ണ, അമൽ പറഞ്ഞത് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം, സഭയിൽ സംസാരിക്കാൻ അവസരം കൊടുക്കാറുണ്ട്. ഇന്ന് പ്രത്യേക ബ്ലോക്കായി ഇരുത്തുകയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തലിനെ. ആ സന്ദർഭത്തിൽ രാഹുലിന് സംസാരിക്കാൻ ഒരു അവസരം ഇന്ന് സഭയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം കക്ഷി നേതാക്കൾക്കാണ് സംസാരിക്കാൻ അവസരമുള്ളത്. പ്രതിപക്ഷ നിരയിലെ കക്ഷി നേതാക്കൾ ആരൊക്കെയാണ്, ഏതൊക്കെ കക്ഷികളാണ് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു വ്യക്തതയുള്ളതാണ്. അതുപ്രകാരം കക്ഷി നേതാക്കൾ ആരൊക്കെയാണ്, അവർ സംസാരിക്കുന്നവരാരൊക്കെയാണ് എന്നതെല്ലാം സംബന്ധിച്ച വിശദമായ പട്ടികയും തയ്യാറായിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ ഒരു കക്ഷിയായിട്ടല്ല, UDF കോൺഗ്രസിൻ്റെ MLA ആയി ജയിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയെ ഇപ്പോൾ UDF പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന കാരണത്താൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷം അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ കത്ത് നൽകിയിരിക്കുമ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഈ അനുശോചന സമ്മേളനത്തിൽ, ഈ അനുശോചന ചരമോപചാരത്തിൽ സംസാരിക്കാൻ രാഹുലിന് അവസരം കൊടുക്കണമെന്ന് അങ്ങനെ ആവശ്യപ്പെടുന്ന യുക്തി തന്നെ അതിലൊരു യുക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സംസാരിക്കുമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം രാഹുലിന് ഇവിടെ ഇല്ല. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം, ഇന്നിപ്പോൾ
ഈ ചരമോപചാരത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബാനറായോ ഫ്ലെക്സായോ ഉണ്ടാകുമോ എന്നത് ഒരു വശത്ത്. അത് കഴിഞ്ഞാൽ നാളെ മുതൽ സഭാ സമ്മേളനം സാധാരണ പോലെ നടക്കുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ വന്ന സ്ഥിതിക്ക് അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ രാഹുൽ സഭയിലെത്തും. വലിയ പ്രതിഷേധം ഭരണപക്ഷത്തു നിന്നുണ്ടാകും. ഭരണപക്ഷത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ UDF രാഷ്ട്രീയമായി തന്നെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയാണ്. അവർ തങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു MLA-ക്കെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ, പരാതികൾ വന്നപ്പോൾ ഞങ്ങൾ മാറ്റി നിർത്തി, സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പോലും ഒഴിവാക്കി എന്നവർ ഉയർത്തുന്നു. പക്ഷേ ഭരണപക്ഷ നിരയിൽ മുകേഷ് MLA ഉണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്. ഇവർക്കെതിരെയെല്ലാം പരാതികളുണ്ട്, ആരോപണങ്ങളെല്ലാം സജീവമായി രംഗത്ത് വന്നു. അപ്പോൾ ഇവർക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചോ, ഇവരെ മാറ്റി നിർത്തിയോ, ഇവരിപ്പോഴും നിങ്ങളുടെ ബെഞ്ചിൽ തന്നെ ഇല്ലേ തുടങ്ങിയ വിമർശനം സ്വാഭാവികമായും തീർച്ചയായും പ്രതിപക്ഷത്തു നിന്നുണ്ടാകും. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ, അതായത് നാളെ മുതൽ നിയമസഭ കാണാനിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരിക്കും.